എനിക്കൊന്ന് അറക്കലബു പിന്നെ ഒരു ചർച്ചാ വിഷയമായി. അറക്കലബിന് ശേഷമാണ് എനിക്ക് കുറച്ച് ശമ്പളത്തിലേക്ക് കുറച്ച് ശമ്പളം കൂടി. ശമ്പളം ചെറുതായിട്ട് കൂട്ടിയോ നാട്ടുകാർ കൂട്ടിയോ? സ്വന്തമായിട്ട് പറഞ്ഞു. പറയണം, പിന്നെ നമ്മള് നമ്മുടെ കാര്യം വേറെ അയൽത്തരം. അപ്പോ താങ്കൾ എപ്പോഴോ ഒരു വണ്ടി വാങ്ങിക്കാനായിട്ട് തീരുമാനിച്ചപ്പോഴേ താങ്കളുടെ ഏറ്റവും പ്രിയങ്കരനായ അമ്മായി ചങ്കരി തടഞ്ഞു എന്ന് പറഞ്ഞു. അല്ലല്ല, അച്ഛനാണ്. അച്ഛൻ അടഞ്ഞല്ലേ? അച്ഛൻ പട്ടാളമാണോ? അടിമുടി പട്ടാളമാണോ വീട്ടില്? എന്റെ അമ്മായിയച്ഛൻ കവണിലായിരുന്നു. ഓ, ഇത് കംപ്ലീറ്റ് ഗ്രാമർ മിസ്റ്റേക്ക് ആണ്. എന്റെ അച്ഛൻ ഡിഫൻസ് അക്കൗണ്ട്സിലായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. ഇന്നലെ ഈ ഡിഫൻസിലാണെങ്കിൽ നമ്മളൊരു കണക്കപ്പിള്ളി ആലോചിക്കത്തില്ല. എപ്പോഴും നമ്മളെപ്പോഴും ഫുൾ പട്ടാളം ആലോചിക്കും. ഒരാളെപ്പോഴും ഞാൻ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് അവിടെ അക്കൗണ്ട്സിലാണോ ഒന്ന് ആരും ചോദിക്കത്തില്ല. ഏത് യുദ്ധത്തിൽ പങ്കെടുത്തു നമ്മൾ. അപ്പം ഫാദറിന് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരാളായിരുന്നു. മറ്റേ സ്ട്രിക്ട്നെസ്, മറ്റേ കേരളായതുകൊണ്ട് സ്ട്രിക്ട്നെസ് ഇപ്പൊ ഇല്ലാതെ. എന്റെ ഫാദറും ഇപ്പൊ ഇല്ല. അപ്പൊ അച്ഛൻ ആ സമയത്ത് 2017-18 എനിക്ക് ഞാൻ കുറച്ച് കാശ് യെസ്, അങ്ങനെ ഞാൻ പനമ്പള്ളി നഗർ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു SUV കണ്ടു, ആ ഷേപ്പ്. അപ്പൊ അന്ന് ക്രേറ്റയൊക്കെ ഇറങ്ങിയ സമയമാണ്. ക്രേറ്റ ഞാൻ ആദ്യമായിട്ട് കാണണം. അപ്പൊ ഞാൻ ഓർത്തു ക്രേറ്റ ഇതാണ് ഞാൻ വിചാരിച്ചിരുന്ന തിരക്കി നടന്ന ആ സ്വപ്നത്തിലുള്ള വാഹനം. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും 15 ലക്ഷത്തിന് മേളിലാണ്. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ, ഇത്ര ലോണൊക്കെ എടുക്കാം, അങ്ങനെ പരിപാടി ചെയ്യാന്നൊക്കെ ഞാൻ വൈഫിൻ്റെ കയ്യിൽ പറയുവാണ്. വൈഫ് ഇത് അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ വൈഫിനോട് വിളിച്ചു പറഞ്ഞു അവനോട് വണ്ടി മേടിച്ച് കാശ് ഒന്നും ചെലവാക്കണ്ടെന്ന് പറ, അവനോട് ഏതെങ്കിലും പ്രോപ്പർട്ടി ഫ്ലാറ്റ് എന്തെങ്കിലും മേടിക്കാൻ പറ. ക്രേറ്റ് എന്ന് ഞാൻ നേരെ ബലൂനിലേക്കായി ബലൂനോ മേടിച്ചു, ഫ്ലാറ്റും മേടിച്ചു. ഫ്ലാറ്റിന് അച്ഛനും കൂടെ സഹായിച്ചിട്ട്. നിവിൻ പോളിയുമായിട്ടുള്ള ഒരു സൗഹൃദം എങ്ങനെയാ? നിവിൻ പോളിയായിട്ട് നല്ല സൗഹൃദമാണ്. ഒരു കാർ കച്ചവടത്തിന്റെ പ്രശ്നമുണ്ടോ അവിടെ? ഇല്ലല്ലോ. ഇത് സാറ് ചോദിച്ചു വരുമ്പോഴത്തേക്ക് ഭയങ്കര എന്താണ് പ്രശ്നത്തിലേക്ക് പോകും. അല്ല, മാത്രമല്ല ഇത് കേൾക്കുന്നവർ വിചാരിക്കും നമ്മളെന്തോ ഭയങ്കര അല്ലല്ല, ഇതെനിക്ക് 2 ഇതിൽ സംഭവിച്ചിരുന്നു. അതായത് നിവിനോട്, അപ്പൊ നിവിൻ അന്ന് എറണാകുളത്ത് ഫ്ലാറ്റ് ഇല്ല, പുള്ളിയുടെ വീട് ആലുവയാണല്ലോ. അപ്പൊ നിവിൻ ഇങ്ങനെ എന്നോട് ഒരു ദിവസം പറഞ്ഞു, 1983 ഷൂട്ട് സമയത്താന്ന് തോന്നുന്നു, എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഫ്ലാറ്റ് എനിക്ക് നോക്കണം. അപ്പം നിവിൻ ഇൻഫാക്ട് വന്നിട്ട് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ ഒരു ഫ്ലാറ്റ് ഒക്കെ നോക്കിയായിരുന്നു. അപ്പൊ അവിടെ ഫസ്റ്റ് ഫ്ലോറിൽ എനിക്ക് വന്നത് അത്ര ഒരു ബാൽക്കണി ഒന്നും അത്ര രസമായിട്ട് പുള്ളിക്ക് ഫീൽ ചെയ്തില്ല, അതുകൊണ്ട് പുള്ളി ഇത് എടുത്തില്ല. അപ്പൊ ഇതെനിക്ക് അറിയാം. അപ്പൊ അങ്ങനെ 1983 കഴിഞ്ഞിട്ട് പുള്ളി എന്നോട്, അപ്പൊ ഞങ്ങൾ ഒരു ദിവസം ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് ഞങ്ങൾ ഒരു വണ്ടിയിൽ പോവാം. പുള്ളി എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഓഡിയുടെ ഒരു വണ്ടി എടുക്കുവാണ്. ഞാൻ പറഞ്ഞു എന്തിനാണ്, കാശ് ചിലവാക്കല്ലേ, ആ കാശ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലാറ്റ് പഠിക്കും. അച്ഛൻ പറഞ്ഞു, അല്ല അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ല, പക്ഷെ എന്റെ അനുഭവം. അതെ അതെ, പിന്നെ തെറിവിളിക്കലില്ല, തെറിയാക്കേട്ടാ മതിയല്ലോ. അപ്പൊ അങ്ങനെ നിവിനോട് ഞാൻ പറഞ്ഞു. അപ്പൊ നിവിൻ പറഞ്ഞ് അല്ല എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെ എടുത്തു. അപ്പം ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിവിന് വേണമെങ്കിൽ 10 ഫ്ലാറ്റ് മേടിക്കാവുന്ന അത്രയും സിനിമകൾ ഹിറ്റായി അദ്ദേഹം. ഇത് പറഞ്ഞ പോലെ മിഥുൻ ഈ പറഞ്ഞ പോലെ കുറച്ച് എക്സ്ട്രാ കാശ് കിട്ടിയ സമയത്ത്, ആട് 2 സമയത്ത് മിഥുൻ പോയി ജീപ്പ് കമ്പസ് എടുത്തു. മിഥുനോട് ഞാൻ ഇതേപോലെ പറഞ്ഞു, മിഥുൻ വണ്ടി എടുക്കല്ലേ, നിങ്ങളിപ്പോ വാടകയ്ക്കല്ലേ, നിങ്ങളൊരു ഫ്ലാറ്റ് മേടിക്കൂ. പക്ഷെ എന്താണ്, 5-ാം പാതിരയുടെ പ്രൊഡ്യൂസർ അല്ലേ, റൈറ്റർ അല്ലേ, ഡയറക്ടർ അല്ലേ, ഹി ബിക്കേം സക്സസ്ഫുൾ. അപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളവരൊക്കെ സക്സസ്ഫുൾ ആയി. അപ്പൊ ഞാൻ ആക്ച്വലി പിന്നെ ഓർക്കുമായിരുന്നു, അപ്പൊ ആക്ച്വലി അന്ന് ഞാൻ ക്രേറ്റ മേടിച്ചിരുന്നെങ്കിൽ ചിലപ്പോ ഇതിൽ കുറച്ചുകൂടെ നേരത്തെ സക്സസ്ഫുൾ വലിയ അപകടം വരാതിരിക്കും. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത് സോഹൻ ശ്രീനുലാലിനോടാണ്. നന്നായി, നിങ്ങൾക്കിട്ടൊരു പണിയാ. നമസ്കാരം സോഹൻ ശ്രീനുലാൽ. നമസ്കാരം. താങ്കളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ താങ്കൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഭക്ഷണം മോഷ്ടിച്ചു കഴിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയുണ്ടോ സോഹൻ? ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പരിപാടിക്ക് വരില്ലായിരുന്നു. ചിലപ്പോ നമുക്കൊരു നമ്മുടെ സൈജു പറഞ്ഞൊരു നല്ല നിലയെത്താനുള്ള ഒരു അവസരമായിരിക്കും. സൈജുവിന്റെ ഫ്ലാറ്റിൽ ഒരു 8ാം നിലയൊക്കെ സംഘടിപ്പിച്ച് ചോദിച്ചാ പറയണമെന്നാണ് അല്ലേ? പിന്നെ ചോദിച്ചാ പറയണം, ഇല്ലെങ്കിൽ പിന്നെ മോശമല്ലേ. വളരെ ഷോർട്ടായിട്ട് പറയാം. തൊമ്മനും മക്കളും എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴേ ഷാഫി സാർ ഡയറക്ട് ചെയ്ത്, മമ്മൂക്കയാണ് അതിൽ ഹീറോ. ഈ ഉടുമലപ്പേട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്, ഹോട്ടലൊക്കെ കുറവാണ്. അപ്പൊ മമ്മൂക്ക താമസിക്കുന്ന ഹോട്ടലിൽ തന്നെയാണ് ഞങ്ങൾക്കും റൂം തന്നിട്ടുള്ളത്. അപ്പൊ മമ്മൂക്കയുടെ റൂമിന്റെ തൊട്ടടുത്ത റൂമാണ് ഞാനും ഇപ്പോഴത്തെ പ്രശസ്ത ക്യാമറമാൻ ആൽബിയും താമസിക്കുന്നത്. അപ്പൊ എല്ലാ ദിവസവും മമ്മൂക്കയ്ക്ക് ഒരുപാട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. മമ്മൂക്കയുടെ കുക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ഞങ്ങൾ പ്രൊഡക്ഷൻ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു, കാരണം മമ്മൂക്ക അതിൽ നിന്ന് കുറച്ചേ കഴിക്കുള്ളൂ. തിരിച്ച് മമ്മൂക്ക കഴിച്ചു കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾക്ക് സുഭിക്ഷമായിട്ട് കഴിക്കാനുള്ള ഭക്ഷണം അതിലുണ്ടാവും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഈ കുക്ക് വന്നിട്ട് പറഞ്ഞു, പുട്ടും ഡെക്കറിയാണ് ഇന്ന് ഉണ്ടാക്കിയത്. അപ്പൊ മമ്മൂക്ക പറഞ്ഞു, നിനക്കറിയില്ലേ എനിക്ക് ഇടിയപ്പവും മുട്ടക്കറിയാണെന്ന് വേണ്ടതെന്ന്. അപ്പൊ എനിക്ക് അത് മതി, അത് ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഈ ആൽബി പറഞ്ഞു, എന്നാ പിന്നെ
ഇതിങ്ങോട്ട് വെച്ചേക്ക്, മറ്റേത് ഉണ്ടാക്കി കൊടുത്തു, ഇനി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ഈ പുട്ട് പൊട്ടിച്ച് അതിലേക്ക് ഡെക്കേറി ഒഴിക്കലും ഇയാൾ ഓടി വന്നിട്ട് പറഞ്ഞു, മമ്മൂക്ക് ഇനി വിശന്നിരിക്കാൻ വയ്യ, ആ പുട്ടും ഡെക്കേറിയും തന്നെ നിങ്ങളുടെ അടുത്തോളാം. അപ്പോഴേക്കും ഞങ്ങളത് ഇത് കേൾക്കലും ആൽബി ഇറങ്ങി ഓടി. ഞാൻ പതുക്കെ ഇത് റിയലൈസ് ചെയ്ത് ഓടി ഹൈവേയിലേക്ക് ചെല്ലുമ്പോ ഒരു പാണ്ടി ലോറിക്ക് കൈ കാണിച്ചു കഴിഞ്ഞു ആൽബി. ആണല്ലേ? അപ്പൊ അത് നിർത്താതെ പോയത് ഭാഗ്യം. അങ്ങനെ ഇരിക്കുമ്പോ ഹോട്ടലിലെ സപ്ലയർ വന്നിട്ട് പറഞ്ഞു, സിദ്ദിഖ് ലാലിലെ ലാലേട്ടനാണ് അതിന്റെ നിർമ്മാതാവ്, ലാലേട്ടൻ വിളിക്കുന്നുണ്ട്, റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്തായാലും ലാലേട്ടനോട് പറഞ്ഞിട്ട് വണ്ടി കാശ് മേടിച്ച് പോവാം എന്ന് കരുതി ഞങ്ങൾ ചെല്ലുമ്പോ മമ്മൂക്ക അവിടെ ഇരിക്കുകയാണ് മുറിയിൽ. ഞങ്ങള് ഹെഡ് മാഷിന്റെ മുമ്പിൽ കുട്ടികൾ നിൽക്കണ പോലെ ഇദ്ദേഹത്തെ കാണലും ഞങ്ങൾ തല കുമ്പിട്ട് നിൽക്കുക. അപ്പൊ പുള്ളി ലാലേട്ടനോട് ചോദിക്കാം, മമ്മൂക്ക ഇവിടെ ലാലെ താൻ ഇവർക്ക് ഭക്ഷണം ഒന്നും കൊടുക്കാറില്ലേ? ലാലേട്ടൻ പറഞ്ഞ് കൊടുക്കാറുണ്ട്. പിന്നെ എന്തിനാണ് ഉമ്മാർ എന്റെ ഭക്ഷണം എടുത്ത് കേൾക്കണത്? അപ്പൊ നേരെ നോക്കണമെന്നൊക്കെ പറഞ്ഞപ്പോ മമ്മൂക്കയ്ക്ക് ഞങ്ങൾ ആകെ വിറച്ച് നിൽക്കുകയാണ്. പക്ഷെ മമ്മൂക്ക ഇതൊരു തമാശയായിട്ടാണ് എടുത്തത്. വിശന്നിരിക്കുകയാണ്, ഇനി ഭക്ഷണം വരണം. എന്നാലും മമ്മൂക്കയ്ക്ക് ചിരി സഹിക്കാൻ പറ്റിയില്ല. മമ്മൂക്ക ഞങ്ങളോട് ഗൗരവം കാണിച്ചെങ്കിലും ചിരി വിടർന്നപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ ആശ്വാസമായി. അടുത്ത് വന്നിട്ട് പറഞ്ഞു, മേലാൽ എന്റെ ഭക്ഷണം എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക പോയി. പക്ഷെ ഇതല്ല ഞങ്ങൾ അനുഭവിച്ച പ്രശ്നം. ഇത് സെറ്റില് എല്ലാവരും അറിഞ്ഞു. ഞങ്ങൾക്ക് പിന്നെ ആ സിനിമ ഷൂട്ട് തീരണത് വരെ ഒരു മുട്ട പുഴുങ്ങിയത് തരുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് 2 മുട്ടയൊക്കെ തരും. ഇനി വെറുതെ മമ്മൂക്കയുടെ ഫുഡ് എടുക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു അനുഭവം. മാത്രമല്ല, നമ്മൾ ഈ ഭക്ഷണം മോഷ്ടിച്ചു തന്നെ നമ്മുടെ പ്രശസ്തി കൂടും. അത് ആരുടെ ഭക്ഷണമാണ് മോഷ്ടിച്ചത്, അപ്പൊ പ്രശസ്തി ഡബിൾ ചെയ്യും. അതെ അതെ. ഈ അടുത്താണ് അത് ആൾക്കാരൊക്കെ മറന്നു വന്നത്. അപ്പൊ ഇതിപ്പോ വീണ്ടും എങ്ങനെയാണ് കുട്ടേട്ടൻ പൊക്കിയെടുത്തെന്നുള്ളതാണ്. ഓക്കെ.